പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിക്ക് അയവില്ലെങ്കിലും രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ചാഞ്ചാട്ടം തുടരുന്നു. US ഡോളറിന്റെ മൂല്യം ശക്തമാകുന്നതാണ് മുഖ്യ തിരിച്ചടി. തുടർച്ചയായ മൂന്നാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവുണ്ട്. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ചാഞ്ചാട്ടം തുടരുകയാണ്. US ഡോളറിന്റെ മൂല്യം ശക്തമാകുന്നതാണ് ഇതിന്റെ മുഖ്യ തിരിച്ചടി. ഇതോടെ സംസ്ഥാന വിപണിയിൽ തുടർച്ചയായി മൂന്നാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് 22 ക്യാരറ്റ് സ്വർണത്തിന്റെ 1 ഗ്രാമിന് 90 രൂപ താഴ്ന്ന് പുതുക്കിയ വിപണി വില 14,780 രൂപയാണ്. ആനുപാതികമായി 1 പവന് 720 രൂപ ഇടിഞ്ഞ് പുതിയ നിരക്ക് 1,18,240 രൂപയിലേക്കും എത്തിയിട്ടുണ്ട്. സമാനമായി 18 ക്യാരറ്റ് സ്വർണത്തിന്റെ 1 ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് പുതുക്കിയ നിരക്ക് 12,145 രൂപയാണ്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന 14 ക്യാരറ്റ് സ്വർണത്തിന്റെ 1 ഗ്രാമിൽ 60 രൂപ താഴ്ന്ന് ഇന്നത്തെ വിപണി വില 9,455 രൂപയായും കുറച്ചിട്ടുണ്ട്. അതുപോലെ 9 ക്യാരറ്റ് സ്വർണത്തിന്റെ 1 ഗ്രാമിന് 40 രൂപ ഇടിഞ്ഞ് 6,095 രൂപയിലേക്കും എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 3 ദിവസമായി സ്വർണം ഇടിയുകയാണ്. ഇന്നലെ രാവിലെ 1 പവൻ സ്വർണത്തിന്റെ വില 1,19,760 രൂപയും 1 ഗ്രാമിന് 14,970 രൂപയും വീതമാണ് കുറിച്ചിരുന്നത്. അന്ന് ഉച്ചയ്ക്ക് ശേഷവും പിന്നാലെ കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയിൽ ക്രമാനുഗത ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെയോടെ പവന് 1,18,240 രൂപയും 1 ഗ്രാമിന് 14,780 രൂപയിലേക്കും എത്തുകയാണ്. അതായത് 3 ദിവസം കൊണ്ട് 1 പവൻ സ്വർണത്തിൽ 1,520 രൂപയും 1 ഗ്രാം സ്വർണത്തിൽ 190 രൂപ വീതവും കുറവ് രേഖപ്പെടുത്തിയെന്ന് സാരം. ഇന്ന് സ്വർണ്ണ നിരക്കിൽ ഇടിവുണ്ടായതോടെ പുതുക്കിയ വിപണി വിലയ്ക്കൊപ്പം ചുരുങ്ങിയത് 5% നിരക്കിൽ പണിക്കൂലിയും സ്വർണത്തിന് പണിക്കൂലിയും മേൽ ചുമത്തുന്ന GST ഹോൾമാർക്കിംഗ് ചാർജും അതിന്മേൽ ഈടാക്കുന്ന 18% GST എന്നിവയും ചേർത്താൽ 1 പവൻ ആഭരണം വാങ്ങുന്നതിന് 1,21,840 രൂപയെങ്കിലും ചിലവാക്കേണ്ടി വന്നേക്കും. ആഭരണത്തിന്റെ ഡിസൈനിലുള്ള മാറ്റങ്ങൾ അനുസരിച്ച് ആ പണിക്കൂലിയിൽ അടക്കം വ്യത്യാസം നേരിടാമെന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.